ലഹരി ഇടപാടിൽ ഷൈൻ ടോം ചാക്കോയെ പൂട്ടാൻ സർക്കാർ. വിൻസി പരാതി നൽകിയില്ലെങ്കിലും വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എം ബി രാജേഷ്. സിനിമാ സെറ്റുകൾ പവിത്രമായ ഇടമല്ല എന്നും ലഹരി പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാനും പറഞ്ഞു. ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിനേതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പക്ഷേ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് നടത്തിയിട്ടുള്ള പരിശോധനയാണ്. ഡാൻസ് ഓഫാണ് പരിശോധന നടത്തി. പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമാ സെറ്റുകളിൽ പരിശോധന ശക്തമാക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ മന്ത്രി എം ബി രാജേഷ് പറയുന്നതനുസരിച്ച് വിൻസി അലോഷ്യസിന് ഒരു പരാതി ഇല്ലാതെ തന്നെ ഈ കേസിൽ അന്വേഷണം മുന്നോട്ട് പോകും. എക്സൈസ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാനാകുന്നത്. സ്മൃതി, വിൻസി അലോഷ്യസ് നേരത്തെ ഉന്നയിച്ച ആരോപണവും പിന്നീടുള്ള പരാതിയും അതിൽ തുടർ നടപടി വേണ്ട എന്ന് എക്സൈസിനെ അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ പോലും എക്സൈസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ് എടുത്തത്. അന്വേഷണം പുരോഗമിക്കും. കാരണം ഡാൻസ് ഓഫ് സംഘം ഹോട്ടലിലെത്തി പരിശോധനയ്ക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത്. ആ ഓടി രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഉൾപ്പെടെ പരിശോധിക്കും. ഏതായാലും ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഒരു ഭാഗത്ത് പോലീസും അതേ സമാനമായി തന്നെ എക്സൈസും നടത്തുന്നുണ്ട്. ഈ സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് വ്യാപകമായി എത്തിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മാത്രമൊന്നുമല്ല, നേരത്തെ സിനിമാ മന്ത്രി സജി ചെറിയാനും സമാനമായി തന്നെയാണ് പറഞ്ഞത്. അത് കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകാനാണ് തീരുമാനം. മുഖം നോക്കാതെയുള്ള ഒരു നടപടി തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ലക്ഷ്യമിടുന്നത്. കാരണം സിനിമാ മേഖലയിൽ പല ലൊക്കേഷനുകളിലും വ്യാപകമായ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട്. പലരും സംഘങ്ങളായി എത്തി മയക്കുമരുന്ന് പലർക്ക് ഉപയോഗിക്കുന്നവർക്ക് കൈമാറുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചെങ്കിലും അത് കൃത്യമായ പരിശോധന പല ഘട്ടങ്ങളിലും നടന്നില്ല. പക്ഷേ ഇപ്പോൾ വിൻസിയുടെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനമാണ്. അതിനൊപ്പം തന്നെ ഇത് പൂർണ്ണമായും തടയിടുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. എക്സൈസും പോലീസും സംയുക്തമായുള്ള ഓപ്പറേഷൻ വരും ദിവസങ്ങളിൽ സിനിമാ ലൊക്കേഷനുകളിൽ നടത്തും എന്ന സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്മൃതി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.